We are in a season of talking about Holy Spirit. നാം തുടർമാനമായി പരിശുദ്ധാത്മാവിനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Amen. We had a wonderful Bible study today. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ സ്റ്റഡി നമുക്ക് ലഭിക്കുവാനിടയായി. Pastor Thomas Verghese has been a great blessing for us, and he has been here for this last 6 months. And in this trip, this was the last Bible study that he took, and very soon he will come back again. അമേൻ. കഴിഞ്ഞ 6 മാസക്കാലം കർത്തൃദാസൻ പാസ്റ്റർ തോമസ് വർഗീസ് നമ്മുടെ നടുവിലുണ്ടായിരുന്നു, ശുശ്രൂഷിക്കാനിടയായി. ഈ ഒരു യാത്രയിൽ അവസാനത്തെ ബൈബിൾ സ്റ്റഡി എടുക്കുവാനിടയായി. വീണ്ടും അധികം താമസിക്കാതെ മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We respect all the pastors in house because they all have done great job. Senior pastors are here, have done a lot of ministries for years. We respect them all. നമ്മുടെ നടുവിലായിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് സീനിയർ പാസ്റ്റേഴ്സ്, ഒരുപാട് ശുശ്രൂഷകൾ ചെയ്ത സീനിയർ പാസ്റ്റേഴ്സിനെ ഞങ്ങൾ അനുമോദിക്കുന്നു, ബഹുമാനിക്കുന്നു. Amen. Today, what the Spirit of the Lord has led me, and this was definitely I was preparing from a long time. ഒരുപാട് നാളുകൾ കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. And I do believe God is very intentional to bring this message. വളരെ മനഃപൂർവ്വമായി ദൈവം ഈ ഒരു സന്ദേശം നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. When Holy Spirit is working among us, നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ I want to declare one thing. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Spirituality is intentional. ആത്മീയതയും മനഃപൂർവ്വമാണ്. Or I'm going to talk about intentional spirituality. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ മനഃപൂർവ്വമായി ഉള്ള ഒരു ആത്മീയത. God has called us all. നമ്മളെ എല്ലാവരെയും വിളിച്ച God has a purpose in calling. ആ വിളിയിൽ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വിളിച്ചത്. When you are sitting right here, ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ there is a plan of God in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. And I want you to listen this very carefully. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. That spirituality is always intentional. നമ്മുടെ ആത്മീയത എപ്പോഴും മനഃപൂർവ്വമാണ്. Spirituality never comes accidental. അബദ്ധവശാൽ വന്നു ചേരുന്നതല്ല ആത്മീയത. Spirituality never happens natural. അതൊരു സ്വാഭാവികമായി ഉണ്ടാവുന്നതുമല്ല ആത്മീയത. You will never have natural spirituality. ഒരിക്കലും സ്വാഭാവികമായി ഈ ആത്മീയത വരികയില്ല. Spirituality is intentional. അത് മനഃപൂർവ്വമായി എത്തിച്ചേരുന്നതാണ്. I will tell you today why. എന്തുകൊണ്ടാണെന്ന് ഇന്ന് നിങ്ങളോട് ഞാൻ I'll be പറഞ്ഞുതരാം. talking 4 important things today. 4 പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങളോട് If you പറയാൻ are noting ആഗ്രഹിക്കുന്നു. it down, you can note it down. എഴുതുന്നവർ എഴുതിയെടുക്കുക. Or you have in live. അല്ലെങ്കിൽ ലൈവിൽ പിന്നീട് It's നിങ്ങൾ always കാണുക. good to have this thing in your diary. എപ്പോഴും ഇത് നിങ്ങൾ ഡയറി കുറിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. But I want to let you 4 important things. 4 പ്രാധാന്യമുള്ള വസ്തുതകൾ പറയാൻ ആഗ്രഹിക്കുന്നു. Intentionally, a believer has to do this. മനഃപൂർവ്വമായ ഒരു വിശ്വാസി ചെയ്യേണ്ടതാണിത്. See, let me tell you. ഒരു കാര്യം പറയട്ടെ. Coming to church is not is intentional. ആമേൻ. സഭയിലേക്ക് വരുന്നത് ഒരു രീതിയിൽ അതൊരു മനഃപൂർവ്വമായി ചെയ്യുന്ന കാര്യമാണ്. What is natural? എന്താണ് സ്വാഭാവികത? Some of them who are watching online, natural is this is natural. ആമേൻ. ഓൺലൈനിൽ കാണുന്നവർ അതാണ് അവരുടെ സ്വാഭാവികമായി ചെയ്യുന്നത്. Yeah, that is how what you do. You are on bed right now, bedroom, on your bed, watching or you're gonna sit out, or you're in garden watching on TV or in mobile. That's natural. ആമേൻ. നിങ്ങൾ കിടക്കയിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് ഗാർഡനിലായിരിക്കാം. അതാണ് നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾ ചെയ്യുന്നത്. But still you feel like you attend a church. പക്ഷേ എങ്കിലും അത് കാണുമ്പോൾ നിങ്ങൾ സഭായോഗം അറ്റൻഡ് ചെയ്യുന്ന ഒരു But ഫീൽ to ഉണ്ട്. get up early in the morning, പക്ഷേ അതിരാവിലെ എഴുന്നേൽക്കുക. കുളിക്കുന്നവർ കുളിച്ചിട്ട്, ആമേൻ. Those of you who take shower കുളിക്കാത്തവർ കുളിക്കാതെ, and some who doesn't even take shower, you put yourself, dress up yourself. ആമേൻ. മനഃപൂർവ്വമായി വസ്ത്രങ്ങൾ ധരിച്ച് You have to make it intentional. വീട്ടിലുള്ളവരുടെ എല്ലാം ചീത്തയും പറഞ്ഞ് വഴക്കും പറഞ്ഞ് തയ്യാറാക്കി ഇറങ്ങി എന്നൊരു സമയമുണ്ടല്ലോ. Amen. You scold each and every one and you make sure that they are all ready and you bring them over here. That is intentional. അതാണ് മനഃപൂർവ്വമായി ചെയ്യുന്നത്. Amen. Amen. See, you are listening me, you are laughing me. I see that you are listening me. ആമേൻ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നത് നിങ്ങൾ ചിരിക്കുമ്പോഴാണ്. It is intentional. ആമേൻ. അതൊരു മനഃപൂർവ്വമായി What is ചെയ്യുന്നത്. natural? എന്താണ് സ്വാഭാവികമായി See, ചെയ്യുന്നത്? some of them are on phone. ആമേൻ. ചിലവരൊക്കെ അവരുടെ ഫോണിലാണ്. അങ്ങോട്ട് നോക്കിയൊന്ന്. ഇല്ല, ഉണ്ടെങ്കിൽ അവരോട് പറയണം, hey, intentional ചെയ്യാൻ പറയണം. Amen. Either tell them intentionally serve God. So that is natural. Amen. അത് സ്വാഭാവികമായി ഉള്ളതാണ്. To be, get diverted. ആമേൻ. ശ്രദ്ധ വ്യതിചലിക്കുന്നത് To be സ്വാഭാവികമാണ്. distracted. ആമേൻ. ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് That's natural. അതെല്ലാം സ്വാഭാവികമാണ്. But it is intentional. പക്ഷേ മനഃപൂർവ്വമായി No matter what, I have to listen this message. ആമേൻ. എന്തു തന്നെ ആയാലും എനിക്ക് ഈ സന്ദേശം കേൾക്കണം. When choir is singing, ആമേൻ. ഇവിടെ വർഷിപ്പ് നടക്കുമ്പോൾ it's natural that you feel like
സ്വാഭാവികമാണ് നാം ആണെങ്കിൽ അത് ലഘുവായിട്ട് എടുക്കുന്നത്. It is intentional. You want to hold the chair. ആമേൻ. മനഃപൂർവ്വമായി നിങ്ങൾ ആ കസാരയെ പിടിച്ചിരിക്കും നിൽക്കും. Have you seen people standing, holding chair? That's natural. That's natural. വളരെ സ്വാഭാവികമാണ് അവർ മുമ്പത്തെ കസാരയെ മുറുക്കി പിടിച്ചുകൊണ്ട് But it നിൽക്കുന്നത്. is intentional to lift hands. പക്ഷേ മനഃപൂർവ്വമായി ചെയ്യുന്നതാണ് കരങ്ങൾ ഉയർത്തി It's ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. intentional to shout. ആമേൻ. മനഃപൂർവ്വമായി ചെയ്യുന്നതാണ് അതിരങ്ങളെ തുറന്ന് It doesn't come ശബ്ദമുണ്ടാക്കുന്നത്. natural. It doesn't come അത് natural. സ്വാഭാവികമായി വരികയില്ല. You have to put yourself. ആമേൻ. നാം നമ്മളെ തന്നെ ഒന്ന് It is നിയന്ത്രിച്ച് ചെയ്യണം. intentional. അത് മനഃപൂർവ്വമാണ്. To listen, to be together, to be involved. That is intentional. ആമേൻ. ഒരുമിച്ചായിരിക്കുക, കൂട്ടായ്മ ആചരിക്കുക, ആരാധിക്കുക, ഇതെല്ലാം മനഃപൂർവ്വമായി ചെയ്യുന്നതാണ്. I want to tell you how Holy Spirit makes you intentional. ആമേൻ. നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മളെ മനഃപൂർവ്വമായി ചെയ്യിപ്പിക്കുന്നു. Number one, ഒന്നാമതായി approaching God is intentional. ആമേൻ. ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നത് ഒരു മനഃപൂർവ്വമായി ചെയ്യുന്ന I want വസ്തുതയാണ്. you to read this, Psalm 6, 5 and 65 and verse 4. സങ്കീർത്തനം 65 4 വാക്യം. Let's read together. Blessed is the man you choose and cause to approach you, that he may dwell in your courts. We shall be satisfied with the goodness of your house. In Malayalam. പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് ആ. നീ തിരഞ്ഞെടുത്ത നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തെരഞ്ഞെടുത്ത് ആടിപ്പിക്കുന്ന മനുഷ്യൻ. Amen. So one thing I want to let you know. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുത, Holy Spirit chooses us. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ തിരഞ്ഞെടുക്കുവാനാണ്. We all are chosen by Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എല്ലാവരും For തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. what? For what? എന്തിനു വേണ്ടിയാണ്? To approach God. ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ വേണ്ടിയാണ്. Everybody in this house, ഇവിടെ ആയിരിക്കുന്ന സകലരും you all are chosen. നിങ്ങളെ എല്ലാവരും And തിരഞ്ഞെടുത്തതാണ്. everybody who's listening, എന്നെ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ, being absent to any church. ആമേൻ, നിങ്ങൾ ഏതെങ്കിലും സഭയിൽ പോകാതിരിക്കുന്നുണ്ടെങ്കിൽ And you are also chosen. നിങ്ങളെയും തിരഞ്ഞെടുത്തതാണ്. But remember this. പക്ഷേ ഓർക്കുക, It is now up to you ഇപ്പോൾ നിങ്ങളുടെ തീരുമാനമാണ് whether you want to approach him or not. ദൈവത്തിങ്കിലേക്ക് അടുക്കണോ വേണ്ടായോ എന്ന്. Chosen has been done. ആമേൻ. നിങ്ങളെ തിരഞ്ഞെടുത്തത് നടന്നു കഴിഞ്ഞു. But it's upon you ഇപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിലാണ്. that you need to approach God. നീ ദൈവത്തിങ്കിലേക്ക് അടുക്കുക. Approaching God is intentional. ആമേൻ. ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നത് മനഃപൂർവ്വമായി Church, I want to ചെയ്യുന്നതാണ്. let you know. സഭയോട് ഞാൻ പറയട്ടെ, Hallelujah. Amen. You can waste your time. നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കി You can കളയാം. do all kind of things. നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് You വേണമെങ്കിലും can ചെയ്യാം. crack all kind of jokes. നിങ്ങൾക്ക് എന്ത് തമാശ വേണമെങ്കിലും You പറഞ്ഞുകൊണ്ടിരിക്കാം. can spend your time in park. നിങ്ങൾക്ക് പാർക്കിൽ പോയി സമയം You കളയാം. can move everywhere. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. But it has to be intentional to make your time and to come to church and to come to fellowship and to pray and to meditate the word of God and to worship God. ആമേൻ. ദൈവ സഭയിലേക്ക് വരികയും കൂട്ടായ്മ ആചരിക്കുകയും ആരാധന കൈക്കൊള്ളുകയും ചെയ്യുന്നത് മനഃപൂർവ്വമായി Can I get ചെയ്യേണ്ടതാണ്. some good amen? നല്ലൊരു ആമേൻ കേൾക്കുവാൻ കഴിയുമോ? Pastor ആടി തുടങ്ങിയുള്ളൂ എന്ന് ചോദിക്കുക അല്ലേ? ആമേൻ. Pastor, you just അല്ലല്ല, began the fight. അടിയൊന്നുമല്ല. I want to let you know I love you so much. ആമേൻ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. I want to let you know that God has chosen you to approach ആമേൻ. God. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് അവങ്കിലേക്ക് അടുക്കുവാൻ When I വേണ്ടിയാണ്. talk about this, ഞാൻ ഇതിനെ കുറിച്ച് the പറയുമ്പോൾ main verse is James chapter 4 verse 8. യാക്കോബിന്റെ പുസ്തകം 4:8 Can വാക്യം. we read it loud? നമുക്ക് ഉറക്കെ അതൊന്ന് വായിക്കാൻ കഴിയുമോ? Draw near to God and he will draw near to you. Cleanse your hands, you. Oh, Pastor, what are you talking? പാസ്റ്റർ എന്താണ് ഈ പറയുന്നത്? Cleanse your hands, you sinners, and purify your heart, you double-minded. ആമേൻ. See, this James is writing in the inspiration of Holy Ghost. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലാണ് യാക്കോബ് ഇത് എഴുതുന്നത്. What does that mean? എന്താണ് അതിന്റെ ഉദ്ദേശം? Draw near to God. ദൈവത്തിങ്കിലേക്ക് അടുക്കുക. What does that mean? എന്താണ് അതിനൊന്ന് Drawing ഉദ്ദേശിക്കുന്നത്? to God is intentional. ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നത് മനഃപൂർവ്വമായി ചെയ്യേണ്ടതാണ്. Drifting is natural. ആമേൻ. വിട്ടുപോകുന്നത് സ്വാഭാവികമായി നടക്കുന്നതാണ്. Drifting is natural. പിന്മാറിപ്പോകുന്നത് സ്വാഭാവികമായി നടക്കും. You know, going away is natural. ആമേൻ. ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്നത് സാധാരണമായി It's a നടക്കുന്നതാണ്. natural procedure. അതൊരു സ്വാഭാവികമായി നടക്കുന്ന I want to let the വസ്തുതയാണ്. church know. പക്ഷെ സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, If you are sitting in this church, നിങ്ങൾ ഈ സഭയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ you are sitting because you believe in the word of God. നിങ്ങൾ ഈ ദൈവവചനം വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. Right? ആമേൻ. I am expecting that you all are saved. ആമേൻ. നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഴപ്പമുണ്ടോ അങ്ങനെ വിശ്വസിച്ചാൽ? ആമേൻ. അങ്ങനെ വിശ്വസിച്ചാൽ കുഴപ്പമുണ്ടോ? Is there a problem if I believe in that? രക്ഷിക്കപ്പെട്ടതല്ലേ? I mean, aren't we all saved? ചെറിയ
സംശയം വന്നല്ലോ. Do we have a ഒരു minute. small doubt? രക്ഷിക്കപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി എന്ന് കാണിച്ചു തന്നെ. Amen. Can I see the hands who are saved? Oh yeah, that's why. ഞാൻ ഓർത്ത് wrong crowd എങ്ങനായത്. Okay. So I believe you all are saved. Amen. നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടെന്ന് ഞാൻ I believe വിശ്വസിക്കുന്നു. you all believe the word of God. നിങ്ങൾ ഈ ദൈവവചനവും വിശ്വസിക്കുന്നു. If that is the case, അപ്രകാരമാണെങ്കിൽ I want you to be intentional. ആമേൻ, നിങ്ങൾ മനഃപൂർവ്വമായിരിക്കണമെന്ന് To draw to ആഗ്രഹിക്കുന്നു. God. ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ വേണ്ടി. Drifting is natural. ആമേൻ, പിന്മാറിപ്പോകുന്നത് സ്വാഭാവികമാണ്. You know, going away from God is natural. ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്നത് സ്വാഭാവികമാണ്. Skipping prayer is natural. പ്രാർത്ഥനകൾ മുടക്കുന്നത് അത് സ്വാഭാവികമാണ്. Skipping word of God is natural. ദൈവവചനം മുടക്കുന്നത് അത് സ്വാഭാവികമാണ്. Skipping fellowship is natural. കൂട്ടായ്മകൾ മുടക്കുന്നത് അത് സ്വാഭാവികമാണ്. But it is intentional. പക്ഷേ മനഃപൂർവ്വമായി When you say, നാം ഇപ്രകാരം പറയുമ്പോൾ I am going to read the word today. ഞാൻ ഇന്ന് വചനം It is വായിക്കും. intentional. അത് മനഃപൂർവ്വമാണ്. When you say, no matter what, എന്ത് തന്നെ I am സംഭവിച്ചാലും going to pray. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ It പോകുകയാണ്. is intentional. മനഃപൂർവ്വമായി Like ചെയ്യുന്നതാണ്. we were hearing in Bible study. നാം ബൈബിൾ സ്റ്റഡി കേട്ട പോലെ We have every and thousand reason not to pray and not to be in the house of the Lord. നമുക്ക് ആയിരക്കണക്കിന് ഒരു ഉപായി കാണും ഇന്ന് വരാതിരിക്കുവാനും But പ്രാർത്ഥിക്കാതിരിക്കാനും. it is intentional. പക്ഷെ മനഃപൂർവ്വമായി No matter what, എന്ത് തന്നെയാണെങ്കിലും I am going to the house of the Lord. ഞാൻ ഇന്ന് ദൈവസഭയിലേക്ക് കടന്നു ഒന്ന് പോകും. സ്തോത്രം ചെയ്യാൻ പറ്റും. സ്തോത്രം Can we ചെയ്താൽ just praise God? അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, If that is possible with അങ്ങനെ you, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, if that has happened to ദൈവത്തിന്റെ you, പാദത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, I mean, if you are being in the seat in the ഡ്രിഫ്റ്റ് ആയി presence of God, പോകാതെ, ഡ്രിഫ്റ്റ് ആയി പോകാതെ, I mean, without being backsliding, പിന്മാറി പോകാതെ, without backsliding, പിന്മാറി പോകാതെ, without backsliding, ദൈവത്തിലേക്ക് ഓടി I വരുവാൻ mean, coming closer to ദൈവത്തിന്റെ God. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. The Holy Spirit saith, പ്രശ്നങ്ങൾ വരുമ്പോൾ, even when problems come, പ്രതികൂലങ്ങൾ വരുമ്പോൾ, even when trials come, പിന്മാറി പോകല്ലേ. rather than drifting കുറ്റം away, വിധിക്കുന്നവരുടെ മധ്യത്തിൽ I mean, even in the midst of the people who are തളർന്നു looking, പോകല്ലേ. I mean, you shouldn't be weakened. ഇന്റൻഷനലി പറയണം. I mean, say it with all എന്ത് intention. സംഭവിച്ചാലും No matter what happens, ഞാനും എന്റെ ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. I have a relationship with എനിക്ക് God. ബന്ധം ദൈവമായിട്ടുള്ളത്. My relationship is with God. സഭയിലുള്ളവർ കൂടിയാലും കൂടിയില്ലെങ്കിലും, Even if the people come to church or not, കൂട്ടുകാർ വന്നാലും even if വന്നില്ലെങ്കിലും, my best friend comes or not, ആരും എന്റെ കൂടെ നിന്നാലും no നിന്നില്ലെങ്കിലും, matter who stands with me or not, ഞാനും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. there is a relationship between അത് me and God. ഇന്റൻഷണൽ ബന്ധമാണ്. And that is an intentional relationship. Hallelujah. ഭർത്താവ് ശണ്ട ഉണ്ടാക്കിയതും Even കൊണ്ടോ, if my husband fights, ഭാര്യ ശണ്ട ഉണ്ടാക്കിയതും or കൊണ്ടോ, if my wife fights, കുഞ്ഞുങ്ങൾ ശണ്ട ഉണ്ടാക്കിയതും or if കൊണ്ടോ, my children എന്റെ rebel, ആരാധന മുടക്കാൻ പറ്റത്തില്ല. yet it cannot hinder എന്റെ my worship. പ്രാർത്ഥന മുടക്കാൻ It പറ്റത്തില്ല. cannot hinder my അത് ഞാൻ worship. ഇന്റൻഷനലാ, Because that is intentional. മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. I'm doing it with അങ്ങനെ all intention. മനഃപൂർവ്വം ചെയ്യുന്ന ചില വിശ്വാസികളെ I mean, those believers who are doing it by intention. പരിശുദ്ധാത്മ ഇവിടെ തേടിക്കൊണ്ടിരിക്കുക. I mean, the Holy Spirit is Can seeking somebody after say, you. Lord, I am there. എത്ര പേർക്ക് പറയാം ഞാനുണ്ട്, I am there. ഞാൻ അവിടെ ഉണ്ട്. Can we give a big hand to Lord and അക്കരങ്ങളെ worship the അടിച്ചാൽ name of the ദൈവത്തെ ഒന്ന് Lord? മഹത്വപ്പെടുത്താൻ കഴിയുമോ? When you are intentional നിങ്ങൾ മനഃപൂർവ്വമായി in ചെയ്യുമ്പോൾ, drawing close to God, ദൈവത്തെങ്കിലേക്ക് അടുക്കുമ്പോൾ, three things are important. മൂന്ന് കാര്യങ്ങൾ പ്രാധാന്യമാണ്. Be intentional in three things. ആമേൻ. ഈ മൂന്ന് കാര്യങ്ങളെല്ലാം മനഃപൂർവ്വമായി First, ചെയ്യേണ്ടതാണ്. draw near to God. ഒന്നാമതായി മലയാളത്തിൽ can you read that? ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, ആഹാ. എന്നാൽ അവൻ നിങ്ങളോട് അപ്പോൾ അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്ന് പറയുമ്പോൾ, or draw near to God, in your imagination what do you feel? What organ of your body is working? നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗമാണ് ചെല്ലുവീൻ. പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ तुम परमेश्वर के नजदीक में आओ तो कौन सा शरीर का कौन सा भाग चल रहा होगा? Right? Intentional feet. ആമേൻ. മനഃപൂർവ്വമായി കാലുകൾ ചൂടുകൾ Second, വെക്കുക. cleanse your hands. മലയാളത്തിൽ കൈവെടുപ്പാക്കുക. എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ആ പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ. അപ്പോൾ ഫസ്റ്റ് is ഒന്നാമതായി കാലുകളുടെ ചുവടുകൾ വെക്കുക. Second, രണ്ടാമതായി hands, intentionally put your hands to draw near to God. ആമേൻ. കരങ്ങളെ മനഃപൂർവ്വമായി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക. Third, മൂന്നാമതായി ഇരു മനസ്സുള്ളവരെ ആ. ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. എന്തു ചെയ്യുക? That means steps, deeds and desire അതിന്റെ has to be intentional. അതിന്റെ അർത്ഥം നമ്മുടെ ചുവടുകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം മനഃപൂർവ്വമായിരിക്കണം. Remember, your steps will always be naturally going towards sin. ആമേൻ. വളരെ ശ്രദ്ധിക്കുക. സ്വാഭാവികമായി നമ്മുടെ ചുവടുകൾ വെക്കുന്നത് You will പാപത്തിലേക്ക്. be away from God. നമ്മൾ ദൈവസന്നിധിയിലേക്ക് അകന്നിരിക്കും. Naturally, your hands will sin. സ്വാഭാവികമായി ചെയ്യുന്നത് നമ്മുടെ കരങ്ങൾ പാപം ചെയ്യും. Naturally, your heart will desire bad things. സ്വാഭാവികമായി നമ്മുടെ ഹൃദയങ്ങൾ മോശമായത് You have ആഗ്രഹിക്കും. to make it intentional. മനഃപൂർവ്വമാക്കിയെടുക്കണം. And you are called to do that. അത് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളെ Also, you വിളിക്കപ്പെടുന്നത്. have Holy Spirit to help you. അതിനോട് ഉപരിയായി നമുക്ക് സഹായത്തിനായി Bible പരിശുദ്ധാത്മാവുണ്ട്. says, you draw a step to God, God will come
close to you. ആമേൻ. വചനം പറയുന്നു, നിങ്ങൾ ചുവട് വെച്ച് ദൈവത്തിലേക്ക് അടുക്കുക, ദൈവം നിങ്ങളോട് അടുത്തേക്ക് വരും. ആത്മനിറവിൽ ഒരു കാര്യം പറയട്ടെ. ആമേൻ. Filled in the spirit, let me tell you something. പാപം ചെയ്യാതെ പാപത്തോട് വിട പറയാൻ നീ ഒരു സ്റ്റെപ്പ് എടുത്താൽ 100 സ്റ്റെപ്പ് ദൈവം നിന്നോടൊപ്പം എടുക്കും. If you're willing to step away from sin Amen. and put one step against it, God would make 100 steps towards you. എല്ലാ തെറ്റായ ചിന്തകൾ, തെറ്റായ പാപങ്ങൾ, തെറ്റായ കാര്യങ്ങൾ വിടുവാൻ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ പരിശുദ്ധാത്മാവ് 100 സ്റ്റെപ്പ് എടുത്ത് നിന്നെ സംരക്ഷിക്കും, സൂക്ഷിക്കും. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയാണെന്ന് ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ. This morning, this is what the Holy Spirit wants to say. If you make one intentional step to stand against sin and the attitudes of sin, God will make 100 steps towards you. Amen. Amen. So steps, deeds and desire. ആമേൻ. നമ്മുടെ ചുവടുകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ആഗ്രഹം. Did you get that? നിങ്ങൾക്ക് Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Are you happy in the presence of the Lord? ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങൾ Do you സന്തോഷമുള്ളവരാണോ? feel the Spirit of the Lord is speaking to ഈ you? പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് തോന്നുന്നുണ്ടോ? Amen. Because the Lord's Spirit was speaking to me about this subject for last 2 months. ആമേൻ. കഴിഞ്ഞ 2 മാസത്തോളം ഈ ഒരു വിഷയം പരിശുദ്ധാത്മാവ് എന്നോട് And I was ഇടപെടുകയായിരുന്നു. developing this. ആമേൻ. ഞാനിത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Number 2, രണ്ടാമതായി മനഃപൂർവ്വമായി ചെയ്യേണ്ടത് from accusation to awareness. ആമേൻ. കുറ്റപ്പെടുത്തലിൽ നിന്നും ഒരു തിരിച്ചറിവുണ്ടാകുക. It is natural that you all will be accused, ആമേൻ. സ്വാഭാവികമായി നമ്മളെ എല്ലാവരും കുറ്റപ്പെടുത്തും. but it is intentional to become aware. ആമേൻ. പക്ഷെ മനഃപൂർവ്വമായാണ് നാം അത് തിരിച്ചറിയേണ്ടത്. Or it is natural that you will all be condemned. ആമേൻ. നിങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അതൊരു സ്വാഭാവികമായി നടക്കുന്നതാണ്. But it is intentional to be convicted. ആമേൻ. പക്ഷെ കുറ്റബോധമുണ്ടാകുന്നത് അത് മനഃപൂർവ്വമായി ചെയ്യുന്നതാണ്. Okay, let's read John chapter 16 and verse 8. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം Let's 8 read together. Holy Spirit has come, or he has come means Holy Spirit. Jesus is talking about Holy Spirit. When he has come, read together. He will convict the world of sin and of righteousness and of judgment of sin. Amen. Amen. That means, remember, friends, it is a natural thing that all human beings you will get the condemnation. ആമേൻ. വളരെ സ്വാഭാവികമായ വസ്തുതയാണ് നിങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും Have ചെയ്യും. you ever seen in your family? നിങ്ങളുടെ കുടുംബത്തിൽ അത് കണ്ടിട്ടില്ലയോ? What is more that you hear? Amen. Condemnation or conviction? ആമേൻ. എന്താണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്? കുറ്റപ്പെടുത്തലാണോ തിരിച്ചറിയലാണോ? What do you hear most? ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങൾ കേൾക്കുന്നത്? Naturally സംഭവിക്കുന്നത് എന്തുവാ? What is happening so natural? അല്ലെങ്കിൽ നീ അങ്ങനെയാണ്. Otherwise ഞാൻ also you are like കെട്ടിയ that. നാൾ മുതലേ കാണുവാ നീ ഇതേ From the time I നിന്റെ married അപ്പനും you, ഇതായിരുന്നു, നിന്റെ അമ്മ ഇതായിരുന്നു, നീയും ഇതാ. I mean, your father was like this, your mother was like this, you are also like this. അല്ലെങ്കിൽ എനിക്കറിയാം നീ ഇങ്ങനെ പോത്തുള്ളൂ. Otherwise also I know you would only do like this. हिंदी में कहता ना गाय पूंछ उठाएगी तो गोबर ही करेगी ना. മനസ്സിലായിട്ടല്ലേ? Okay. तो एक natural procedure है. This is a natural thing that you will condemn. ആമേൻ. കുറ്റപ്പെടുത്തുന്നത് വളരെ സ്വാഭാവികമായ ഒരു വിഷയമാണ്. Remember, this is what enemy does. പക്ഷേ ഈ ശ്രദ്ധിക്കുക, ഇതാണ് Enemy ശത്രു will ചെയ്യുന്നത്. put you also in condemnation. ആമേൻ. ഇപ്രകാരം പല കുറ്റപ്പെടുത്തലുകളിൽ പിശാച് നമ്മളെ അകപ്പെടുത്തും. You're good for nothing. നീ ഒന്നിനും കൊള്ളാത്തവനാണ്. You will not rise again. നീ ഇനി ഉയരില്ല. You cannot sing. നിനക്ക് ഇനി പാടാൻ പറ്റില്ല. You cannot preach. നിനക്ക് ഇനി പ്രസംഗിക്കാൻ You കഴിയില്ല. are good. You are not good. നീ ഒന്നിനും കൊള്ളാത്തവനാണ്. Yeah, man, you are so bad. ആമേൻ. നീ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയായി. This is all condemnation. ആമേൻ. ഇതെല്ലാം കുറ്റപ്പെടുത്തലാണ്. But there is a conviction. പക്ഷേ ഒരു കുറ്റബോധമുണ്ട്. You know, I will give you this. Condemnation is general. ആമേൻ. കുറ്റപ്പെടുത്തൽ വളരെ സ്വാഭാവികമാണ്. You know that? You have been into that Bible study, right? നിങ്ങൾ ബൈബിൾ സ്റ്റഡി. Condemnation is general. ആമേൻ. ഈ കോണ്ടമിനേഷൻ ബോധ്യമുണ്ടാകുന്നത് വളരെ Conviction is specific. പക്ഷെ കുറ്റപ്പെടുത്തുന്നത് അത് Condemnation വ്യക്തിപരമാണ്. is you are good for nothing. ആമേൻ. കോണ്ടമിനേഷൻ പറയുന്നത് നീ ഒന്നിനും കൊള്ളാത്തവനാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്ത് പറയും? ഓ ഈവൻ അല്ലെങ്കിൽ നീ ഒന്നിനും കൊള്ളത്തില്ലെന്നേ. ആമേൻ. If there is a problem, they will surely say, oh, you are good for nothing. Conviction, how Holy Spirit convicts. ആമേൻ. എപ്രകാരം അതിനൊരു ബോധ്യം Very പരിശുദ്ധാത്മാവ് കൊണ്ടുവരും? specific. Very specific. വളരെ വ്യക്തിപരമായിട്ടായിരിക്കും. ഇന്നലെ നീ ചെയ്തത് Amen. അത് തെറ്റായിരുന്നു. Till what you did yesterday was wrong.
മിനിഞ്ഞാന്ന് നീ ചെയ്തത് അത് വളരെ തെറ്റായിരുന്നു. Amen. What you did day before yesterday was much more That wrong. is how Holy Spirit works. Amen. അപ്രകാരമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. How devil works? എപ്രകാരം പിശാച് He will പ്രവർത്തിക്കും? attack your identity, your personality, your complete character, and അങ്ങ് character assassination ചെയ്യും. Amen. But the devil does a total character assassination. Good for nothing. You are അല്ലെങ്കിലും അങ്ങനെ. You are this and that. Enemy does this to you. Amen. ശത്രു ഇപ്രകാരം ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് ഇപ്രകാരം നമ്മളോട് You have to change your position. പക്ഷെ നമ്മുടെ സ്ഥാനം നാം മാറ്റേണ്ടതാണ്. Be intentional. Amen. മനഃപൂർവ്വമാകുക. Say to enemy, Amen. ശത്രുവിനെ നോക്കി പറയുക, you cannot condemn me. Amen. നിനക്ക് എന്നെ കുറ്റം വിധിക്കുവാൻ കഴിയില്ല. Because my Lord has already accepted me. കാരണം എന്റെ ദൈവം എന്നെ ചേർത്തിരിക്കുന്നു. You can say all kind of names on me. എന്നെ നോക്കി എന്ത് പേര് വേണമെങ്കിലും You വിളിക്കാം. can say all kind of things against me. എനിക്ക് വിരോധമായി എന്ത് വേണമെങ്കിലും You can പറയാം. bring all kind of curse against me. എനിക്കെതിരായി എന്ത് ശാപം വേണമെങ്കിലും But വിളിച്ചു I know പറയാം. one thing. പക്ഷേ ഒരു കാര്യം I എനിക്കറിയാം. am born by the blood of Jesus Christ. ഞാൻ കർത്താവിന്റെ രക്തത്താൽ No വീണ്ടെടുക്കപ്പെട്ടതാണ്. strongholds can come and sit over me. അവൻ എന്റെ മീതെ സ്ഥാപിക്കുന്ന ഒരു No ശക്തിയുമില്ല. verdict can stand over me. ഒരു വേർഡിക്റ്റിനും I എനിക്കെതിരെ have a നിൽക്കുകയില്ല. better verdict from the Lord. അവൻ ദൈവത്തിൽ നിന്ന് ഒരു നല്ല വിധി എനിക്ക് I have a വേണ്ടിയുണ്ട്. better name from God. അവൻ ദൈവത്തിൽ നിന്ന് നല്ലൊരു പേര് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. Friends, I want to let you know, നിങ്ങളോട് ഒരു കാര്യം ഞാൻ it പറയട്ടെ. is easy to get condemned in your natural sense. അവൻ നമ്മുടെ സ്വാഭാവികമായ ചിന്തയിൽ കുറ്റപ്പെടുത്തലുകളിൽ ആകുന്നത് An സ്വാഭാവികമാണ്. enemy will come and tell everything in your ears. അവൻ നമ്മുടെ കാതുകളിൽ വന്ന പലതും ശത്രു വന്ന് He മുഴക്കും. will bring all kind of negative words. അവൻ സകല നെഗറ്റീവായുള്ള ശബ്ദങ്ങളും But child of God, പക്ഷെ ഒരു ദൈവ പൈതൽ you have to do one thing. നിങ്ങൾ ചെയ്യേണ്ട ഒരു വസ്തുതയുണ്ട്. I want to tell you and write it down in your diary. അവൻ നിങ്ങളുടെ ഡയറിയിൽ ഇത് കുറിച്ചു വെക്കുക. Be intentional in picking up any battle. അവൻ ഏത് യുദ്ധവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മനഃപൂർവ്വമായി ചെയ്യുക. Hey, did you get that? നിങ്ങൾ ചുരുങ്ങുന്നത് മലയാളത്തിൽ ക്ലിയർ ചെയ്യേണ്ടി വരുമായിരിക്കും. Be intentional which battle you pick. നിങ്ങൾ ഏത് യുദ്ധമാണ് തിരഞ്ഞെടുക്കുന്നത് അതിലും നിങ്ങൾ You will have മനഃപൂർവ്വം hundreds of battles. നൂറുകണക്കിന് യുദ്ധം നിങ്ങൾക്കെതിരെ വരും. Do you know about me? അവൻ എന്നെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? Yeah. Last week I got a new name, അവൻ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പുതിയ പേര് ലഭിച്ചു. right? It's up to you അവൻ whether you want to pick that battle. അവൻ ആ യുദ്ധം നിങ്ങൾ ഏറ്റെടുക്കണോ വേണ്ടയോ നിങ്ങളുടെ തീരുമാനമാണ്. You cannot control anybody's tongue. അവൻ നിങ്ങൾക്ക് ആരുടെയും നാവിനെ അടക്കി വെക്കുവാൻ കഴിയുകയില്ല. Everything has a dhakkan. Only one cheese doesn't have a dhakkan, and that is your mouth. അവൻ എല്ലാത്തിനും ഒരു അടപ്പുണ്ട്. മൂടിയുണ്ട്, പക്ഷെ നാവിന് മാത്രം ഒരു മറവുമില്ല. Right? It's up to you which battle you want to pick. നിങ്ങളുടെ തീരുമാനമാണ് ഏത് യുദ്ധമാണ് നിങ്ങൾ ഏറ്റെടുത്ത് You ചെയ്യാൻ will have പോകുന്നത്. hundreds of battles. നൂറുകണക്കിന് യുദ്ധം നിങ്ങൾക്കെതിരെ വരും. Pick the battle that God wants you to pick. ദൈവം ആഗ്രഹിക്കുന്ന യുദ്ധങ്ങൾ ഏറ്റെടുത്ത് യുദ്ധം ചെയ്യുക. And when you pick that battle, ആ യുദ്ധം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. God will cover you. അവൻ ദൈവം നിങ്ങളെ If you pick മറയ്ക്കുവാനിടയാകും. every battle, എല്ലാ യുദ്ധവും നിങ്ങൾ don't ഏറ്റെടുക്കുകയാണെങ്കിൽ expect God is going to cover you. അവൻ അവിടെ എല്ലാം ദൈവം വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വേണ്ടാത്തടത്തെ ആ ബാറ്റിൽ പിക്ക് ചെയ്താൽ നിങ്ങൾ അപമാനിക്കപ്പെടുകയുള്ളൂ. വേണ്ടത് മാത്രം പിക്ക് ചെയ്താൽ ആത്മാവ് നിന്നെ വിളിച്ചത് നിന്നെ കവർ ചെയ്യുവാനും നിന്നെ നടത്തുവാനും അതിലേക്ക് ജയം നൽകി തരുവാനും ശക്തനായ ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്തേ. If you pick all the unnecessary battle, you will be insulted. But if you pick the right battles, there will be a covering of the Holy Spirit leading you to victory. Youths, are you listening me? ആമേൻ. യൗവനക്കാരെ നിങ്ങൾ You will ശ്രദ്ധിക്കുന്നുണ്ടോ? have hundreds of battles. നിങ്ങൾക്കെതിരെ നൂറുകണക്കിന് യുദ്ധം You വരും. will have hundreds of things coming against you. നിങ്ങൾക്കെതിരെ നൂറുകണക്കിന് വസ്തുതകൾ വരും. You know, there will be a lot of people calling names on you. ആമേൻ. പല പേരുകൾ വിളിക്കും നിങ്ങളെ. Many kind of temptation will come. ആമേൻ. പലതരത്തിലുള്ള ടെംപ്റ്റേഷനുകൾ വരും. But be intentional of picking the right one. പക്ഷേ യഥാർത്ഥമായി തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വമായിരിക്കും. Don't pick every fight. എല്ലാ യുദ്ധവും നിങ്ങൾ ഏറ്റെടുക്കേണ്ട No, ആവശ്യമില്ല. you don't have to. അത് ചെയ്യേണ്ട ആവശ്യമില്ല. God is not intending to fight with all the battle that comes against ആമേൻ. you. നിങ്ങൾക്ക് എതിരെ വരുന്ന എല്ലാ യുദ്ധത്തിനോടൊപ്പം ദൈവം യുദ്ധം ചെയ്യുവാൻ തീരുമാനിക്കുന്നില്ല. Because 99% of the battle are condemnation. ആമേൻ. കാരണം 99 യുദ്ധവും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതാണ്. There is 1% പക്ഷേ 1% that will lead you to conviction. അത് നിങ്ങളെ കുറ്റബോധ്യത്തിലേക്ക് I want to നയിക്കും. let some
പ്രാവചനിക ശബ്ദത്തോട് പറയട്ടെ. Amen. As a prophetic voice, ചില let me tell you. കുടുംബങ്ങളോട് ദൈവാത്മാവ് പറയുക. To certain families it says, കാണുന്നതും കേട്ടതും എല്ലാത്തിനകത്തും ഒരു ബാറ്റിൽ പിക്ക് ചെയ്യല്ലേ. don't pick battle in everything that you see and hear. ചിലത് മൗനം പാലിച്ച് മാറ്റിക്കോ. In certain things you need to keep silent. ചിലത് തീയിടല്ലേ. Amen. Do not put fire on വെറുതെ something. തീയിടല്ലേ. Don't simply put fire. മാറ്റിക്കളയേണ്ടിയ മാറ്റിക്കളഞ്ഞ. Amen. Certain things that you need to put away, put it away. പിക്കേണ്ടിയ മാത്രം പിക്ക് ചെയ്താൽ. Only pick the ones that needs to be picked up. വിളിച്ചവൻ വിശ്വസ്തനാ. I mean, the one who has called you is നിന്നെ faithful. നിർത്തുവാൻ ശക്തനാ. He is faithful to keep ഒരു you. അന്ധകാരത്തിന്റെ മണ്ഡലം നിന്റെ മീതെ വരികയില്ല. No powers of darkness will come over അവർ you. നാല് ചുറ്റും വന്നോട്ടെ. No matter if it comes all അവർ around you. നാല് ചുറ്റും വന്നോട്ടെ. No matter if it comes all നിന്നെ around you. ഹിറ്റ് ചെയ്യുന്ന മുമ്പേ I mean, even before it hits you, അവൻ തന്റെ ദൂതന്മാരെ അയച്ച് he would send forth his നിന്നെ angels. തൊടുവാൻ അവൻ അനുവദിക്കത്തില്ല. And he would not allow you to be ഇന്ന് touched. ദൈവാത്മാവിൽ പറയുവാ. I mean, this morning the Holy ഒന്ന് Spirit says, വിശ്വസിക്കാൻ പറ്റുമോ? can you just believe ഒന്ന് it? വിശ്വസിക്കാൻ Can പറ്റുമോ? you just believe it? നിന്നെ എതിരായി വരുന്ന Everything that comes ഏത് against you, ശക്തി ആയിക്കോട്ടെ, no matter what power, ഏത് വ്യക്തി no ആയിക്കോട്ടെ, matter which person, ഏത് കുറ്റാരോപണം no ആയിക്കോട്ടെ, matter what accusations, പിക്ക് ചെയ്യേണ്ടിയ മാത്രം പിക്ക് ചെയ്താൽ pick മതി. what needs to be picked. ദൈവാത്മാവ് പറയുന്നു, The Holy Spirit says, battle belongs to the Lord. യുദ്ധം യഹോവയ്ക്കുള്ളത്. Battle belongs to the Lord. യുദ്ധം യഹോവയ്ക്കുള്ളത്. Pick some battle on the knees. ആമേൻ. മുട്ടുമടക്കി ചില യുദ്ധങ്ങൾ ഏറ്റെടുക്കുക. Pick some battle in your prayer closet. നിന്റെ പ്രാർത്ഥന മുറിയിൽ ചില യുദ്ധങ്ങൾ Pick some ഏറ്റെടുക്കുക. battle in your meditation room. ആമേൻ. നിന്റെ തീരുമാനങ്ങളിൽ ചില Don't യുദ്ധങ്ങൾ pick a എടുക്കുക. battle in front of TV. ആമേൻ. ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ യുദ്ധം Don't തിരഞ്ഞെടുക്കുന്നത്. pick a battle in front of your computer. ആമേൻ. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നല്ല യുദ്ധം Don't pick തീരുമാനിക്കുന്നത്. a battle in front of some friends. ആമേൻ. സുഹൃത്തുക്കളുടെ നടുവിൽ ഇരുന്നല്ല യുദ്ധം No, എടുക്കുന്നത്. don't pick a battle in front of your accusers. ആമേൻ. നിന്നെ കുറ്റം വിധിക്കുന്നവരുടെ മുമ്പിലല്ല നീ യുദ്ധം ഏറ്റെടുക്കേണ്ടത്. Hear everything. ആമേൻ. സകലതും കേൾക്കുക. Get back to the prayer closet. ആമേൻ. പ്രാർത്ഥന മുറിയിലേക്ക് നീ And the Spirit of the Lord will tell you എന്നിട്ട് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും. which one you need to pick up. ഇതിൽ ഏതാണ് നീ I want to തിരഞ്ഞെടുക്കേണ്ടത്. let the church know സഭയെ ഒന്നോർക്കുക. why there are issues in church. ആമേൻ. സഭയ്ക്കകത്ത് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്? Not in Calvary Assembly, കാൽവറിയുടെ but കാര്യമല്ല. generally what happens in church. പൊതുവെ സഭയ്ക്കകത്ത് വരുന്നത് People എന്തുകൊണ്ടാണ്? pick unnecessary battles. ആവശ്യമില്ലാത്ത യുദ്ധങ്ങൾ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ്. Unnecessary battles. വേണ്ടാത്ത ആവശ്യമില്ലാത്ത. ഒരുത്തൻ അവിടുന്ന് പോയാ ബാറ്റിൽ എടുക്കും. I mean, if one person leaves from there, he will take ഇവിടുന്ന് another. പോയാ ബാറ്റിൽ. From the other end, he picks up കാണുന്ന another. തൊടുന്ന എടുക്കുന്ന എല്ലാം ബാറ്റിൽ. I mean, whatever he touches or sees or whatever he hears, the That battle. is not the Holy Spirit. അത് പരിശുദ്ധാത്മാവിൽ Holy നിന്നല്ല. Spirit will tell you. Husbands നോട് എപ്പോഴും വരയ്ക്കണം പോലെ. I mean, don't go fighting with your husband all the time. ഈ വൈഫ് ചിലപ്പോ ഒത്തിരി ചിലക്ക് വരയ്ക്കും, അങ്ങ് വിട്ട് കളയണത്. I mean, sometimes the wife will always blabber. ആണുങ്ങൾ ചിലക്കുന്ന ഒത്തിരി ഉണ്ട്. I mean, there are also husbands who blabber. ഒത്തിരി ചിലപ്പുകളുണ്ട്. I mean, both ways. ഇതിന്റെ പിന്നാലെ ഒന്നും പോകല്ലേ. I mean, but don't go behind all of ചിലതങ്ങ് that. ഇഗ്നോർ ചെയ്യുക. I mean, ignore some that you need to ignore. ചിലത് കേട്ടത് കേട്ടില്ലെന്നാക്കണം. I mean, some certain things you need to remain as if you didn't hear. Intentionally the battle that God wants you to pick. I mean, ദൈവം ആഗ്രഹിക്കുന്ന യുദ്ധങ്ങൾ മനഃപൂർവ്വമായി Can I get a good തിരഞ്ഞെടുക്കുക. amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Conviction attacks the issue. Condemnation attack your. നീ അല്ലെങ്കിലും കൊള്ളത്തില്ല. Otherwise also I know that you are not good. എന്തോ ചെയ്യുന്ന പറയുന്നേ? I mean, what will you do? You're saying. അന്ന് ചെയ്തേ ഒന്ന്. I mean, if that's the case, just do it. Let me see. ഞാൻ ആരാ സൂപ്പർമാൻ? I mean, I am much better than you. അങ്ങ് ചെയ്യങ്ങ്. I mean, just try do it. You know, I want to tell you ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. who is stronger in this. I mean, ഇതിൽ ആരാണ് ബലവാൻ? Not the accuser is not the stronger. I mean, നിന്നെ കുറ്റം വിധിക്കുന്നവരല്ല അതിൽ ശക്തി. Anybody can respond to anything. I mean, ആർക്ക് വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും പ്രതികരിക്കാം. It requires extra strength to be silent. പക്ഷെ മൗനമായിരിക്കുവാൻ ഇച്ചിരിയുടെ കൂടുതൽ ആരോഗ്യം ആവശ്യമാണ്. You need real personality to just be calm. യഥാർത്ഥമായ ഒരു വ്യക്തിത്വം തന്നെ ആവശ്യമാണ് ഒന്ന് മൗനമായിരിക്കുവാൻ. തൊടുന്നെടുക്കുന്ന പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? I mean, haven't you seen people who just burst out in everything? 100 സെന്റിഗ്രേഡിൽ ബോയിൽ ചെയ്യാൻ നമ്മൾ ഓർക്കയുടെ ഗ്യാസോ ഹീറ്ററിൽ വെച്ചാൽ പോലും 1 മിനിറ്റ് ഒക്കെ എടുക്കും ഇതൊന്ന് ബോയിൽ ആകാൻ. ഇത് 1 മിനിറ്റ് അല്ല 1 സെക്കൻഡ് കൊണ്ടാ ബോയിൽ ആകും. Even the furnace will take at least a minute to burn up or heat up, but this person within seconds will burn up. ചുമ്മാ തൊട്ടാ മതി. You just have to touch. അങ്ങ് ഹീറ്റ് ആകുമല്ലേ? It just boils up. It requires extra strength to be silent. I mean, മൗനമായിരിക്കുവാൻ അല്പം കൂടി ആരോഗ്യം ആവശ്യമാണ്. Silence is intentional, reaction is natural. നമ്മൾ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണെങ്കിൽ മൗനമായിരിക്കുന്നത് മനഃപൂർവ്വമായി ചെയ്യുന്ന And വസ്തുതയാണ്. then condemnation is from, conviction is from Holy Spirit. Condemnation is from. So whoever condemns, who does who is the father of condemnation? ആരാണ് കുറ്റം Devil. വിധിക്കുന്നതിന്റെ What's the next പിതാവ്? one?
conviction leads to repentance, and condemnation leads to remorse. See what happens? This devil is, and you guys listen this very carefully. ആമേൻ. നിങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കണമേ. This devil is so cunning. ആമേൻ. ഈ പിശാച് വളരെ സൂത്രശാലിയാണ്. As long as you don't sin, ആമേൻ. നിങ്ങൾ പാപം ചെയ്യാത്രത്തോളം കാലം he will just, tempt you, and he will show you how good you are. Man, just do and do. Just go and do. Just go and do. And this guy will just promote you. Go and do. Go and do. And like, man, that's okay. Nobody's watching. Nobody's watching. Just go. Just go. Just do. ആമേൻ. ചെയ്യുന്നിടം വരെ നമ്മളെ അതുപോലെ അങ്ങ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. And the time you do it, നമ്മളത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം he will just take an opposite turn. ആമേൻ. വളരെ വ്യത്യസ്തമായ You did ഒരു it. വ്യക്തി. നീ അത് ചെയ്തല്ലേ? You did it. നീ അത് ചെയ്തു. Gone. ആമേൻ. തീർന്നു. Now there is nothing for you. ആമേൻ. ഇനി നിനക്ക് ഒരു രക്ഷയില്ല. You did it. നീ അത് ചെയ്തു. Every time you pray, ആമേൻ. നീ എപ്പോ പ്രാർത്ഥിച്ചോ? he will come. You did it. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം ഇത് ഓർമ്മപ്പെടുത്തും. നീ അത് You ചെയ്തില്ലയോ? did that. നീ അത് ചെയ്തില്ലയോ? You come to worship. ആരാധിക്കാൻ വരുമ്പോൾ You did that Thursday. ആമേൻ. വ്യാഴാഴ്ച അത് ചെയ്തിട്ടില്ലയോ? Where were you on Tuesday? ആമേൻ. ഈ ചൊവ്വാഴ്ച എവിടെയായിരുന്നു? All the condemnation will come. ആമേൻ. എല്ലാ കുറ്റപ്പെടുത്തലും വരും. That is where Holy Spirit comes in. ആമേൻ. അവിടാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി You say, വരുന്നത്. yes, you did, but I am still with you. ആമേൻ. തീർച്ചയായിട്ടും ചെയ്തു, പക്ഷേ ഇപ്പോഴും ഞാൻ I want നിന്നോട് you to കൂടെ come ഉണ്ട്. back. I want you to come നീ back. ഒന്ന് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. That is what the conviction is. അതാണ് കുറ്റബോധ്യം ഉണ്ടാക്കുക. Number 3, മൂന്നാമതായി the most intentional thing, അവൻ ഏറ്റവും മനഃപൂർവ്വമായി ചെയ്യുന്നത് from hiding to confessing. മറഞ്ഞിരിക്കൽ നിന്നും ഏറ്റുപറച്ചിലേക്ക്. Remember, this is what the Holy Spirit does. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതും. What is intentional എന്താണ് നാം ആണെങ്കിൽ and what is natural? എന്താണ് When you commit സ്വാഭാവികം? something, what is natural? നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്താണ് സ്വാഭാവികമായി ചെയ്യുന്നത്? Hide and seek. അല്ലേ? ഒളിച്ചു കളിക്കുവാനിടയാകും. Like hiding is natural, ആമേൻ. നാം ഒളിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. right? You will hide it. ആമേൻ. നാം അത് എങ്ങനെയെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കും. Have you seen people hiding? ആമേൻ. ചില വ്യക്തികൾ മറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലയോ? പാപവും ചെയ്യും, പിന്നെ മറക്കുകയും ചെയ്യും. ആമേൻ. They will sin and they would cover it up also. Hiding. ആമേൻ. മറയ്ക്കുവാൻ. Hiding is natural. ഈ മറയ്ക്കുന്നത് അത് സ്വാഭാവികമാണ്. How many of you know Achan? ആമേൻ. ആഖാനെ എത്ര പേർക്കറിയാം? Huh? Achan? ആഖാനെ അറിയാമോ? What he did? എന്താണ് ചെയ്തത്? God said intentionally, do not pick anything from enemy's spoil. മനഃപൂർവ്വമായി ശത്രുവിന്റെ കയ്യിൽ നിന്നും ഒന്നും തന്നെ നീ കവർച്ച ചെയ്യരുത്. And what Achan did? എന്താണ് ആഖാൻ ചെയ്തത്? Good things. നല്ല Oh വസ്തുതകൾ. man, he saw some very fundamental new fashion clothes. ആമേൻ. ഏറ്റവും പ്രാധാന്യമുള്ള പുതിയ ഫാഷനിലുള്ള വസ്ത്രം കണ്ടു. Spark and style ഇറങ്ങിയേ ഉള്ളൂ. അവന് just released in spark and style. And then നമുക്ക് പുതിയ സംഭവം പുള്ളി അങ്ങോട്ട് കയറി അങ്ങ് എടുത്തു. Remember, I'm not taking negative things, okay? I'm just saying he saw some good things ആമേൻ. ചില നല്ല വസ്തുതകൾ which കാണുവാൻ God forbid. ആമേൻ. ദൈവം എടുക്കരുത് He പറഞ്ഞു. hid. ആമേൻ. അത് എടുത്ത് മറയ്ക്കുകയും ചെയ്തു. What David did? ആമേൻ. എന്താണ് ദാവീദ് ചെയ്തത്? This man one time went to rooftop. ആമേൻ. ഒരിക്കൽ പരപ്പുറത്ത് കയറി. Man, he had no boundaries. ആമേൻ. അവിടെ ഒരു അതിരുമില്ലായിരുന്നു. And he saw some great scene over ആമേൻ. there. കാണണ്ടാത്ത ചില നല്ല കാഴ്ചകൾ You കാണുവാൻ. all know that I don't want to just bring it to you. ആമേൻ. അത് പറയാൻ പിന്നെ ഞാൻ ഈ ആഗ്രഹിക്കുന്നില്ല. പ്രസംഗം വിട്ടിട്ട് എല്ലാം അങ്ങോട്ട് പോകും. So he saw something that he should not have seen. കാണണ്ടാത്തതൊക്കെ കാണുവാനിടയായി. And what happened? എന്താ സംഭവിച്ചത്? He had ആമേൻ. everything that he wanted. ആമേൻ. ചെയ്യേണ്ടത് എല്ലാം ചെയ്തു. And then after that he is concealing it, hiding. ചെയ്തതിനു ശേഷം അതെല്ലാം മറച്ചൊളിപ്പിച്ചു വെക്കുകയാണ്. Let me declare this under the unction of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞാൻ ഇപ്രകാരം ഒന്ന് പറയട്ടെ. Every secret sin, നിങ്ങൾ ചെയ്യുന്ന എല്ലാ രഹസ്യമായ പാപവും if you don't repent, അതിൽ നിന്ന് നിങ്ങൾ വിട്ടൊഴിഞ്ഞില്ലെങ്കിൽ tomorrow it will be a public scandal. നാളെ അത് പൊതുവേദിയിൽ വിളിച്ചു പറയുന്ന വിഷയമായിരിക്കും. Let me repeat it down, write it down. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ എഴുതിയെടുക്കുക. Every secret sin, നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യുന്ന സകല പാപവും it is tomorrow's public scandal. നാളെ അത് പരസ്യഘോലമായി വിളിച്ചു പറയേണ്ടി വരും. It has happened always in the history. ആമേൻ. ചരിത്രത്തിൽ അത് എപ്പോഴും സംഭവിക്കുക തന്നെ ചെയ്തു. And I will tell you two things here. രണ്ട് കാര്യം ഞാൻ ഇവിടെ നിന്ന് പറയട്ടെ. Before even it becomes a public scandal, ആമേൻ. അത് പരസ്യഘോലമാകുന്നതിന് മുമ്പ് തന്നെ this is how the Spirit of the Lord talks to you. ഇപ്രകാരമായിരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. Nobody knows now. ആമേൻ. ഇന്ന് ആർക്കും അത് അറിയില്ല. It is not in public now. ആമേൻ. ഇന്ന് അത് പൊതുവേദിയിൽ അത് പറഞ്ഞിട്ടില്ല. Stop it right away. പക്ഷേ ഇന്ന് തന്നെ അതിനൊരു വിരാമം കുറിക്കുക. Stop it right away. ഇന്ന് തന്നെ അതിനൊരു വിരാമം കുറിക്കുക. But
if you don't do that. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ Mark my words. എൻ്റെ വാക്കുകൾ എഴുതി വെച്ചോ. It has happened always in the history of Bible. ചരിത്രത്തിൽ വചനത്തിൽ എപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട്. Every secret sin has become a public scandal. രഹസ്യത്തിൽ ചെയ്ത സകല പാപങ്ങളും അത് You are പരസ്യകോലമായിട്ടുണ്ട്. hearing the news of pastors, right? ആമേൻ. പാസ്റ്റർമാരെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നില്ലയോ? You might have heard the latest news of pastors, right? ആമേൻ. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട വാർത്തകൾ നിങ്ങൾ അറിഞ്ഞു The കാണുമല്ലോ. mass movement, the pastors who bought mass movement, ആമേൻ. ഏറ്റവും വലിയ മാസ് മൂവ്മെന്റ്സ് നടത്തിയ ദേവദാസന്മാർ, big names, വലിയ പേരുകൾ, brand നാമങ്ങൾ, names, വലിയ ബ്രാൻഡ് നെയിംസ് ഉണ്ട്, who had millions of followers, ലക്ഷക്കണക്കിന് ആരാധകരുള്ളവർ, who charged millions of dollars ലക്ഷക്കണക്കിന് for one ഡോളറുകൾ preaching. ഒരു പ്രസംഗത്തിന് ചാർജ് ചെയ്യുന്നവർ. Last week also, ആമേൻ. കഴിഞ്ഞ ആഴ്ച കൂടി they were caught red-handed. ആമേൻ അവരെ പിടിക്കപ്പെടുവാനിടയായി. Why didn't God do this for last 10 years? 10 വർഷം മുമ്പ് ദൈവം എന്തുകൊണ്ട് ചെയ്തില്ല? God gave enough opportunity. ആമേൻ. അവസരങ്ങൾ ആവശ്യത്തിന് ദൈവം അവർക്ക് കൊടുത്തു. Remember one thing. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, This has to be very, very taken into very consideration, that it has to be intentional to confess before the Lord. ആമേൻ. ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുന്നത് മനഃപൂർവ്വമായി ചെയ്യേണ്ടതാണ്. You see that? ആമേൻ. Youths, remember this. ആമേൻ. യൗവനക്കാരെ ഇത് ഓർക്കുക, It is very easy to hide things. ആമേൻ. മറച്ചു വെക്കുന്നത് വളരെ എളുപ്പമാണ്. Nothing has been hidden so far. ആമേൻ. ഇതുവരെ ഒന്നും മറയപ്പെട്ടിട്ടില്ല. It has to be intentional പക്ഷേ അത് മനഃപൂർവ്വമായി to go and confess before God. ദൈവസന്നിധിയിൽ ചെന്ന് അത് ഏറ്റുപറയണം. And then also need to confess to the person whom you committed sin. ആമേൻ. നിങ്ങൾ പാപം ചെയ്ത ആ വ്യക്തിയോടും ചെന്ന് നിങ്ങൾ ഏറ്റുപറയണം. That it's done, we are done with this, we should not be going with this. ആമേൻ. ഇത് ചെയ്തു, ഇനി ഇതിൽ മുമ്പോട്ട് പോകുന്നില്ല. So remember, the Spirit of the Lord reminds me one thing. ആമേൻ. ഒരു കാര്യം കൂടി പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. This is out of topic. There is no slide for this. The Spirit of the Lord is telling me, tell this. ആമേൻ. ഇത് പറയുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് ഇപ്പോൾ നിയമം തരികയാണ്. The battle that you are fighting right now, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന യുദ്ധങ്ങൾ, it didn't start with you. അത് നിങ്ങളിൽ ആരംഭിച്ചതല്ല. Long time back, വർഷങ്ങൾക്ക് മുമ്പേ it started somewhere in your DNA. ആമേൻ. നിങ്ങളുടെ DNA എവിടെയോ അത് ആരംഭിച്ചതാണ്. And always remember this. എപ്പോഴും നിങ്ങൾ ഇത് ഓർക്കുക. Some of the things you carry in your DNA, നിങ്ങളുടെ രക്തത്തിൽ നിങ്ങൾ വഹിക്കുന്ന ചിലതൊക്കെ, those, if you are in the will of God, നിങ്ങൾ ദൈവഹിതപ്രകാരമുള്ള വ്യക്തിയാണെങ്കിൽ you will overcome that. അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. How many of you know Haman and Esther, Mordecai? ഹാമാനെ മോർദെഖായിക്ക് എത്ര പേർക്കറിയാം? Do you know from where Mordecai comes? ആമേൻ. മോർദെഖായി എവിടുന്ന് വരുന്നെന്ന് അറിയാമോ? He comes from the lineage of King Saul. ആമേൻ. ശൗൽ രാജാവിന്റെ തലമുറയിൽപ്പെട്ടതാണ്. Do you know from where Haman comes? ഹാമാൻ എവിടുന്ന് വരുന്നെന്ന് അറിയാമോ? From the lineage of Amalekites. ആമേൻ. അമാലേക്യരുടെ ആ ഒരു തലമുറയിൽ ഉള്ളതാണ്. To Saul, God said, kill all Amalekites. ആമേൻ. ശൗൽ രാജാവിനോട് പറഞ്ഞു എല്ലാ അമാലേക്യരെയും കൊന്നുകളയുവാൻ. And what Saul did? എന്താണ് ശൗൽ ചെയ്തത്? He spared the best, good one. ഏറ്റവും നല്ലതിനെയൊക്കെ താൻ മാറ്റി നിർത്തി When കൊല്ലാതെ വിട്ടു. God tells you to kill something, ദൈവം ചിലതൊക്കെ കൊന്നുകളയുവാൻ പറയുമ്പോൾ, and when you spare it, ആമേൻ, പക്ഷെ നിങ്ങൾ അതിനെ മാറ്റിവെക്കുകയാണെങ്കിൽ, remember, it's not just you who are fighting with this. Your children will also fight. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളും അടുത്ത തലമുറയും അതിനെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും. I always tell you, ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്. and keep this in mind. നിങ്ങൾ ഇത് മനസ്സിൽ If your സൂക്ഷിക്കുക. father, great grandfather, grandfather or grandmother, if they had an issue of any kind of sin, you maybe an alcoholism, substance or adultery, or even stealing, if they had any kind of things like that, നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അല്ല നിങ്ങളുടെ പൂർവികർക്ക് ഏത് പാപം വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, actually that is dormant in your DNA. ആമേൻ, അത് നിങ്ങളുടെ രക്തത്തിൽ നിങ്ങളുടെ DNA-യിൽ അതുണ്ട്. It is dormant. അത് ഉണ്ട്. It is up to you if you want to allow that to come up or not. നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് അതിനെ പുറത്തു കൊണ്ടുവരണോ വേണ്ടയോ എന്ന്. It is the culture, it is the circumstance that feeds the dormancy. ആമേൻ. നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നത് സംസ്കാരവും നമ്മുടെ ചുറ്റുപാടുമാണ്. Circumstance will do that. ആ ചുറ്റുപാടുകൾ അത് പുറത്തു കൊണ്ടുവരും. Kill when God says to kill. അതിനെ കൊന്നുകളയാൻ പറയുമ്പോൾ തന്നെ അതിനെ കൊന്നുകളയുക. And what happened here? എന്താണ് Because സംഭവിച്ചത്? Saul did not do that, ശൗൽ രാജാവ് അത് ചെയ്യാത്തതുകൊണ്ട് after few generations, ചില തലമുറകൾക്ക് ശേഷം again one Amalekite stood before Benjamite. ആമേൻ, ഒരു ബെന്യാമിനെതിരെ ഇതാ മറ്റൊരു അമാലേക്കർ എഴുന്നേൽക്കുവാനിടയായി.
Against Mordecai comes a Haman. ആമേൻ. ഒരു മൊർദെഖായിക്ക് എതിരായി ഒരു ഹാമാൻ This എഴുന്നേൽക്കുകയാണ്. time Mordecai decided ഈ സമയത്ത് മൊർദെഖായി തീരുമാനിച്ചു, what my great grandfather could not do, എന്റെ പൂർവ്വപിതാക്കന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ലയോ, I will do it right ഞാൻ ഇപ്പോൾ അത് I'm ചെയ്തിരിക്കും. telling you, ഇന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ, I'm telling you, ഞാൻ നിങ്ങളോട് പറയട്ടെ, it has to be intentional ആമേൻ, അത് മനഃപൂർവ്വമായി to kill ചെയ്യേണ്ടതാണ്. the power of darkness. ഈ അന്ധകാര ശക്തിയെ If വെട്ടിക്കളയുന്നത്. enemy is haunting you for something, ആമേൻ, ചില വിഷയങ്ങളിൽ പിശാച് നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, sometimes it can be any kind of things, anxiety, it can be depression, it can be any kind of things, it can be cancer. You know, always when you go to doctor's office, they will ask you, right, your mother, your dad, if did they have cancer? Because there is a cell inside you that under certain circumstances it will just flare up. ആമേൻ. നിങ്ങൾ ഡോക്ടറുടെ ഓഫീസിൽ പോകുമ്പോൾ ചോദിക്കില്ലയോ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇന്ന അസുഖമുണ്ടോ? കാരണം അത് നിങ്ങളുടെ DNA യിലുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും അത് പുറത്തു വരാം. Some of the things we cannot even fill out because we don't remember anything. ആമേൻ. ചില കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പോലും നമുക്കൊന്നും ഓർമ്മ പോലുമില്ല. Remember, in DNA this is there. പക്ഷേ ഓർക്കുക, നമ്മുടെ DNA I യിലുണ്ട്. want Calvary Assembly to understand one thing. പക്ഷേ കാൽവറി അസംബ്ലി ഒരു കാര്യം Be മനസ്സിലാക്കുക, intentional to kill it right away. മനഃപൂർവ്വമായി അവിടെ വെച്ച് എന്നെ Do not നിർവീര്യമാക്കുക. pass it to the next generation. അടുത്ത തലമുറയിലേക്ക് നിങ്ങൾ അത് കൈമാറരുത്. The level that you are fighting is different, but the next generation fight will be much more difficult. ആമേൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ഒരു തലം വ്യത്യസ്തമാണ്. പക്ഷേ അത് വിട്ടുകളഞ്ഞാൽ അടുത്ത തലമുറ മറ്റൊരു When ലെവലിൽ King യുദ്ധം ചെയ്യേണ്ടി Saul വരും. was asked to kill Amalekites, ആമേൻ. ശൗൽ രാജാവിനോട് അമാലേക്യരെ കൊന്നുകളയുവാൻ it പറഞ്ഞപ്പോൾ was easy for him to do. അത് ചെയ്യുവാൻ വളരെ എളുപ്പമായിരുന്നു. But when he didn't do that, പക്ഷേ രാജാവ് അത് ചെയ്യാത്തടത്തോളം things became completely different. ആമേൻ വളരെ വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് Now പിന്നീട് an മാറുവാൻ. Amalekite is in position, ഇപ്പോൾ ഒരു അമാലേക്യർ ഇതാ അധിപത്യത്തിലാണ്. and Mordecai is not at all in a position. ആമേൻ. ഇപ്പോൾ മൊർദെഖായിക്ക് ഒരു പൊസിഷനും ഇല്ല. But without even a position, പക്ഷേ ഒരു പൊസിഷനും ഇല്ലാത്തപ്പോൾ Mordecai was intentional. ആമേൻ മൊർദെഖായി അത് മനഃപൂർവ്വമായി ചെയ്യുവാനിടയായി. He went to Esther and said, ആമേൻ. എസ്തേറിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, I don't know, I don't care what you do. ആമേൻ, നീ എന്ത് ചെയ്യുന്നു ഇല്ല എന്ന് എനിക്കറിയണ്ട. I am going to fast. ഞാൻ ഉപവസിക്കാൻ I am പോകുകയാണ്. going to pray. ഞാൻ പ്രാർത്ഥിക്കാൻ Whether you പോകുകയാണ്. come or not. നീ വന്നാലും And ഇല്ലെങ്കിലും I want to tell you one more ഒരു thing. കാര്യം ഞാൻ പറയട്ടെ, Whether you come or not, നീ വന്നാലും ഇല്ലെങ്കിലും we will have a deliverance. ആമേൻ നമുക്കൊരു വിടുതലുണ്ടാകും. എന്റെ അപ്പന് സംഭവിച്ചു. ആമേൻ. What happened to my father എന്റെ happened. വലിയപ്പന് What സംഭവിച്ചു. happened to my grandfather പക്ഷേ ഈ happened. വിഷയത്തിൽ എനിക്കൊരു വിടുതലുണ്ട്. But in this issue I have a എന്റെ കൂടെ deliverance. നിനക്ക് ഇരിക്കാൻ പറ്റുമ്പോൾ ഇരുന്നോളാൻ പറഞ്ഞു. Amen. If you can sit with me, sit with നീ me. ഇരുന്നില്ലെങ്കിൽ If you don't say, നീയും നിന്റെ പിതാവിന്റെ ഭാവനം പിതൃഭവനം എല്ലാം നശിക്കും. പക്ഷെ ഞങ്ങൾക്കൊരു വഴി ഉണ്ടായിരിക്കും. you and your father's household will be destroyed, but we will surely have a way. ആത്മനിറവിൽ ഒന്ന് പറയാൻ പറ്റുമോ? Amen. In the spirit, can you just നിങ്ങൾ declare it? ഫൈറ്റ് ചെയ്യുന്ന ചില രോഗങ്ങളുണ്ടല്ലോ. Amen. There are certain sickness that you're fighting. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ചില ഇഷ്യൂസ് ഉണ്ടല്ലോ. There are certain issues that you're fighting. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ചില അഡിക്ഷൻസ് There ഇല്ലേ? are addictions that you're fighting. ഡിപ്രഷൻ ആയിക്കോട്ടെ, Maybe it's depression anxiety or ആയിക്കോട്ടെ, anxiety. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന എന്തും ആയിക്കോട്ടെ. Whatever that you're fighting against. ഹല്ലേലൂയ. Hallelujah. ചില പാരമ്പര്യമായി കിട്ടുന്ന പറഞ്ഞിട്ടില്ലയോ? Maybe that you have received അതൊരു traditionally. പാരമ്പര്യ സ്വഭാവമാണ്. Amen. It is something that is passed ഇന്ന് on. പകൽക്കാലം പറയണം. But this morning you need to declare. Intentionally പറയണം. You need to intentionally അവർക്ക് declare it. സംഭവിച്ചത് എനിക്ക് What സംഭവിക്കത്തില്ല. happened to them will not happen to me. ഞാൻ യേശുവിന്റെ രക്തത്താൽ I കഴുകപ്പെട്ടവനാണ്. am being bought and purchased ഞാൻ by the blood of യേശുവിന്റെ Christ. രക്തത്താൽ വിലക്ക് I am വാങ്ങപ്പെട്ടവനാണ്. being purchased by the എന്റെ blood of Christ. കുടുംബത്തിൽ 1000 പേർ നശിച്ചു കാണും. No matter how 1,000 might എന്റെ have perished in my പാരമ്പര്യത്തിൽ family. പലരും വീണ് കാണും. Oh, my tradition, many might have ഇത് fallen. തന്നെ വന്നിട്ട് എന്റെ അപ്പൻ മരിച്ചു കാണും. Oh, they have come thus far and my ഇത് തന്നെ father വന്നിട്ട് perished. അമ്മായിയപ്പൻ മരിച്ചു Oh, കാണും. my father-in-law might have ഇത് perished. തന്നെ വന്നിട്ട് വലിയപ്പൻ മരിച്ചു Oh, കാണും. my grandfathers have പക്ഷേ perished. ഇന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുക, But today I declare യേശുവിന്റെ രക്തത്തിൽ by the blood of ഒരു Jesus. ജനറേഷണൽ കേഴ്സും ദൈവമക്കൾക്കില്ല. There is no generation curses for a child of ദൈവമക്കൾക്ക് God. ഒരു ജനറേഷണൽ കേഴ്സും ഇല്ല. There is no generation curse for a Somebody need to believer. praise God. എത്ര പേർക്ക് ദൈവത്തെ അവർക്ക് മഹത്വപ്പെടുത്താൻ സംഭവിച്ചതും കൊണ്ട് I mean, just because it happened for നിങ്ങൾക്ക് them സംഭവിക്കണമെന്നില്ല. doesn't mean that it should happen for you. Hallelujah. Hallelujah. Somebody need to praise God. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ Hallelujah. കഴിയും? Amen. I always want to tell you, എപ്പോഴും ഞാൻ പറയാൻ kids, I ആഗ്രഹിക്കുന്നത്, want to tell you, കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, your great grandfathers you don't know. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ചിലപ്പോൾ നിങ്ങൾക്ക് You don't know അറിയത്തില്ല. the great grandmothers. ആമേൻ. നിങ്ങളുടെ 10 generations up. 10 തലമുറ മുമ്പിലുള്ള നിങ്ങളുടെ വല്യമ്മച്ചി നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. But it comes in DNA. പക്ഷെ അത് നിങ്ങളുടെ രക്തത്തിൽ അത് It is by പകർന്നുകൊണ്ടിരിക്കുകയാണ്. the power of the blood of Jesus Christ. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാലാണ്. By the word of God. ആമേൻ. ഈ ദൈവ With the വചനത്താലുമാണ്. anointing. ആമേൻ. With the anointing. ആമേൻ. ആ അഭിഷേകത്തിൽ You can stop it right away. ആമേൻ. ഇന്ന് തന്നെ അത് നിർത്തുവാൻ കഴിയും. भाई मैं आपको एक बात बता दूं,
आपके परिवार वाले चाहे कोई भी क्यों ना हो, आप कौन से बैकग्राउंड से आते हो, वो क्या करते हैं, मुझे इससे कोई लेना देना नहीं। जब तक सुरेंद्र भाई आप यीशु मसीह के लहू में मोहर लगा दिए गए, आपके ऊपर कोई आंच नहीं आ सकता, अंधकार की कोई शक्ति आपके ऊपर प्रबल नहीं हो सकती। There is no power of darkness, there is no stronghold that can come over you. Somebody need to be intentional and say that intentionally I am out of it. ആമേൻ. ഒരു അന്ധകാര ശക്തിക്കോ ഒരു ആയുധത്തിനോ ബലിക്കുകയില്ല. മനഃപൂർവ്വമായി വിളിച്ചു പറയുക, ഞാൻ അതിന്റെ പുറത്താണ്. Amen. ആമേൻ. Praise God. Hallelujah. ഒന്നിത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise God? എൻ്റെ അപ്പനും വഴക്കിടുമായിരുന്നു, ഞാനും വഴക്കിടും, എൻ്റെ മോനും വഴക്കിടും. Amen. My father used അങ്ങനെ to fight. പറയുകയല്ലേ? I also fight. My son also will fight. സഭയ്ക്ക് അതും തലവേദനയായിരുന്നു, ഇതും തലവേദന, അടുത്തതും തലവേദനയായിരിക്കും. Amen. My father was a headache for the church. I am also a next generation. പിന്നെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്. Amen. Traditionally we are like this. അങ്ങനെ പാരമ്പര്യം കുറച്ചുണ്ട് കേട്ടോ. Amen. There are certain traditions. Break it today. Amen. ഇന്ന് അതിനെ പൊളിക്കുക. Intentionally break it today. Amen. മനഃപൂർവ്വമായി In അതിനെ the പൊളിക്കുക. name of Jesus. യേശുവിൻ നാമത്തിൽ. Hallelujah. Amen. എൻ്റെ അപ്പനും ട്രഷററും സെക്രട്ടറി ആയിരുന്നു, എൻ്റെ മോനും ഞാനും ട്രഷറർ സെക്രട്ടറി, എൻ്റെ കൊച്ചുമോനും അത് തന്നെയായിരിക്കും. Amen. My father was a treasurer and secretary. I am also that, and my son also will be that. Break it down. Amen. ഇന്ന് തന്നെ അതിനെ മുറിച്ചു Cut കളയുക. it down. ഇന്ന് തന്നെ അതിനെ വേർപെടുത്തുക. Intentionally cut it down. Amen. മനഃപൂർവ്വമായി അതിനെ മുറിച്ചു കളയുക. Hey, is the Spirit of the Lord speaking to you? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. Is that good stuff? Amen. നല്ല വചനമാണോ? Huh? Amen. വേണ്ട പാസ്റ്റർ, ഇത്രയും വേണ്ടായിരുന്നു. Amen. This much was not enough. ഓക്കെ, എന്നാ പിന്നെ വേണ്ട, ഫോർത്തിലേക്ക് പോവാം. Amen. Let's go to the fourth. Fourth is guilt to grace. കുറ്റബോധത്തിൽ നിന്ന് ഒരു കൃപയിലേക്ക് പോകുകയാണ്. Now, because of first three reasons, ആദ്യത്തെ മൂന്ന് കാരണങ്ങൾ കാരണം what happens is you will get to guilt. ആമേൻ, നമ്മുടെ ഉള്ളിൽ ആ കുറ്റബോധം എപ്പോഴും ഇങ്ങനെ നടക്കും. You know this story, right? John 8:11. ആമേൻ. യോഹന്നാൻ 8-ലുള്ള ആ How many of you know ചരിത്രം this? നമുക്ക് നന്നായി അറിയാമല്ലോ. You know the background? ആമേൻ. അതിന്റെ പശ്ചാത്തലം നമുക്ക് അറിയത്തില്ലയോ? Jesus asked, "Where are your accusers?" And she said, "No one, Lord." And Jesus said, "Neither do I condemn you. Go and sin no more." I want to leave you with this. ഈ ഒരു വാക്യത്തിൽ നിങ്ങളെ മടക്കി അയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Me or anybody, nobody is condemning you. ഞാനോ മറ്റാരോ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. But I picked the word of Jesus. പക്ഷേ കർത്താവ് പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ ഏറ്റെടുക്കുക. I am not condemning you. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. Go. നിങ്ങൾ പോകുക. But നീ മേലാൽ sin no more. നീ മേലാൽ പാപം ചെയ്യാതിരിക്കുക. Remember this. ഒരു കാര്യം ഓർക്കുക. We all will be caught in guilt. നാം എല്ലാവരും ഈ കുറ്റപ്പെടുത്തൽ നാം With കുടുങ്ങിപ്പോകും. the first 3 points, ആദ്യത്തെ മൂന്ന് വസ്തുതയിൽ we can get to that guilt place. നാം ആ I want to കുറ്റപ്പെടുത്തലിലേക്ക് tell you, പക്ഷേ ഒരു കാര്യം ഞാൻ God പറയട്ടെ. doesn't want you to be in guilt. Is natural. What you're feeling right now, ഈ അനുഭവിക്കുന്ന കുറ്റപ്പെടുത്തലെല്ലാം what you're feeling right now, എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? എന്നെ തന്നെയാ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ എന്നെ മാത്രമാ പാസ്റ്റർ പറഞ്ഞു, Pastor is talking just about me. എനിക്ക് വേണ്ടി മാത്രമായി പുള്ളി പ്രസംഗിച്ചേ. He just preached just for me. അതായിക്കോട്ടെ. Let it be so. പക്ഷേ I don't want you to be in guilt. Amen. ആ ഒരു കുറ്റബോധത്തിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. Guilt will destroy you. Amen. ആ ഒരു കുറ്റബോധം നിങ്ങളെ തകർത്തു കളയും. But I want to tell you, പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. grace is here. കൃപ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. Grace is here. കൃപ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. Grace, why grace? ആമേൻ. എന്തിനു വേണ്ടിയാണ് ഈ കൃപ? Because grace says that I will not condemn you. ആമേൻ. കൃപ പറയും ഞാൻ നിങ്ങളെ Grace കുറ്റപ്പെടുത്തുകയില്ല. gives you hope. ആമേൻ. ഈ കൃപ നിങ്ങൾക്ക് പ്രത്യാശ My നൽകുന്നതാണ്. brother, you have a hope. ആമേൻ. ശ്രീ സഹോദരാ നിങ്ങൾക്ക് ഒരു My പ്രത്യാശയുണ്ട്. sister, you have a hope. സഹോദരി നിങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. My young child, you have a hope. യൗവനക്കാരെ നിങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. Pastor, you have a hope. ശുശ്രൂഷകരെ നിങ്ങൾക്ക് ഒരു Every പ്രത്യാശയുണ്ട്. worship leaders, you have a hope. ആരാധന നയിക്കുന്നവരെ നിങ്ങൾക്ക് ഒരു You know what is പ്രത്യാശയുണ്ട്. hope? അവൻ എന്താണ് ഈ പ്രത്യാശ? God is not putting you in guilt. അവൻ ദൈവം നിങ്ങളെ God കുറ്റബോധത്തിൽ says, I have grace. എനിക്ക് കൃപയുണ്ടെന്ന് Would you പറയുന്നു. just come over? അവൻ നിങ്ങൾ ഒന്ന് അടുക്കിലേക്ക് Would ഒന്ന് you just വരുമോ? draw close to me? നിങ്ങൾ എന്റെ അരികിലേക്ക് ഒന്ന് വരുമോ? Instead of hiding, can you bring it to God? മറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിലേക്ക് ഒന്ന് വരുമോ? From condemnation, come to conviction. ആമേൻ. കുറ്റപ്പെടുത്തലിൽ നിന്ന് From കുറ്റബോധത്തിലേക്ക് വരിക. guilt, come to grace. ആ കുറ്റബോധത്തിൽ നിന്ന് And grace കൃപയിലേക്ക് comes വരിക. from Jesus ആ Christ. കൃപ ക്രിസ്തുവിങ്കിൽ നിന്നാണ്. Grace comes from Jesus Christ. കൃപ ക്രിസ്തുവിൽ The നിന്നാണ്. same Jesus who said to this woman, ആമേൻ. ഈ സ്ത്രീയോട് പറഞ്ഞ അതേ കർത്താവ്. this woman was caught red-handed in adultery. ആമേൻ. ഈ സ്ത്രീയെ കയ്യോടെ പിടിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. Right?
red-handed. ആമേൻ കൈയോടെ പിടിക്കപ്പെട്ടു. Jesus says, കർത്താവ് പറഞ്ഞു, I don't condemn you. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. Isn't it a big thing? ആമേൻ അതൊരു വലിയ വസ്തുതയില്ല. Our Lord is telling you, ഇന്ന് അതേ കർത്താവ് നമ്മളോട് പറയുകയാണ്, I am not even putting you into condemnation. ആമേൻ നിങ്ങളെ ഇനിയും ഒരു കുറ്റപ്പെടുത്തലേക്ക് ഞാൻ ഇടുന്നില്ല. But would you draw close to പക്ഷേ God? നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് വരുമോ? Spirituality is intentional. നമ്മുടെ ആത്മീകത ഒരു മനഃപൂർവ്വമായി ചെയ്യേണ്ടതാണ്. Draw close to ആ God. ദൈവത്തിന്റെ അടുക്കലേക്ക് Approach ചെല്ലുക. Jesus. ക്രിസ്തുവിങ്കിൽ അടുക്കലേക്ക് Come ചെല്ലുക. out from your secret place. ആമേൻ നിങ്ങളുടെ രഹസ്യത്തിൽ നിന്നൊന്ന് പുറത്തേക്ക് ഒന്ന് Confess വരിക. it before the Lord. ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ Come out ഏറ്റുപറയുക. of the condemnation. ആമേൻ നിങ്ങളുടെ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരിക. Get to the conviction. ആ ഒരു കുറ്റബോധ്യത്തിലേക്ക് വരിക. Come out of the guilt. ആമേൻ ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരിക. Get to the grace. ആ കൃപയിലേക്ക് മടങ്ങി വരിക. Now, let me add this. ഇത് കൂടി ഞാൻ ഒന്ന് ചേർക്കട്ടെ. Calvary Assembly, the Spirit of the Lord, as I was prophesying, let me prophesy one more time. ആമേൻ ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ. I don't know your personal battle. ആമേൻ നിങ്ങളുടെ വ്യക്തിപരമായ യുദ്ധം എനിക്കറിയില്ല. I have no intention to attack personally. ആമേൻ നിങ്ങളെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാൻ ഞാൻ But we all ആഗ്രഹിക്കുന്നു. go through attacks. പക്ഷെ നാം എല്ലാവരും ഇപ്രകാരം യുദ്ധത്തിൽ You know what you are battling with. നിങ്ങൾക്കറിയാം നിങ്ങളുടെ യുദ്ധം എന്താണെന്ന്. Like Mordecai, മൊർദെഖായെ പോലെ, like Esther. എസ്തേറിനെ പോലെ. Can we stop it today? ആമേൻ ഇന്ന് അത് നിർത്തുവാൻ കഴിയുമോ? നിർത്താൻ പറ്റുമോ? ആമേൻ can we just stop it? Whatever has happened is happened. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. പക്ഷേ ഇന്ന് ഇതിനെ അറുതി വെച്ച് But if today can you bring it to a it full should stop? not go to the next generation. ആമേൻ അടുത്ത തലമുറയിലേക്ക് ഇത് പോകരുത്. അമാലേക്കിനെ കൊല്ലണം, തീർക്കണം എന്ന് പറഞ്ഞാൽ അതിനെ അപ്പം തന്നെ തീർക്കണം. I mean, if it is set to finish off the Amalekites, just finish it off. Don't allow your kids to battle with that. I mean, അത് നമ്മുടെ തലമുറകൾ യുദ്ധം ചെയ്യാൻ വേണ്ടി Don't വിട്ടുകളയരുത്. allow your next generation to battle with I that. mean, അടുത്ത തലമുറ ഇതിനു വേണ്ടി യുദ്ധം Can we ചെയ്യാനിരിക്കുകയാണ്. take a step? ഇന്ന് ഒരു ചുവട് വെക്കാൻ കഴിയുമോ? It is intentional. I mean, അത് How many മനഃപൂർവ്വമാണ്. of you would love to declare, pick this battle? I mean, ഈ യുദ്ധം തിരഞ്ഞെടുക്കുന്നത് Can മനഃപൂർവ്വമായി you ചെയ്യാൻ എത്ര pick ആൾക്കാരുണ്ട്? this battle? I mean, ഈ യുദ്ധം ഏറ്റെടുക്കുവാൻ എത്ര പേരുണ്ട്? And enemy doesn't want you to pick this battle. I mean, ശത്രുവിനെ ഈ യുദ്ധം ഏറ്റെടുക്കുവാൻ ആഗ്രഹമില്ല. Enemy want you to pick all kind of unnecessary battle. വേണ്ടാത്ത സകല യുദ്ധവും ഏറ്റെടുക്കുവാൻ അവൾ പിശാചിന് ആഗ്രഹമുണ്ട്. അത് പറഞ്ഞു, Oh, she said like this. ഇവൻ അത് പറഞ്ഞു, He said like this. ഇവൻ ഇങ്ങനെ ചെയ്തു, Oh, he did like അവൻ this. അത് നോക്കി, Oh, he looked like അവൻ this. അത് ഇട്ടു, Oh, she wore like ഇവൻ ഇങ്ങനെ this. ചിരിച്ചു. Oh, smile like this. Drop that battles. ആ യുദ്ധങ്ങളെല്ലാം വിട്ടുകളയുക. Take one battle. അവൻ ഒരു യുദ്ധം ഏറ്റെടുക്കുക. This is my family. ഇതെന്റെ കുടുംബമാണ്. This is my spiritual life. ഇതെന്റെ ആത്മീയ I ജീവിതമാണ്. will not allow enemy to get over me. അവൻ പിശാച് ഇതിന്റെ മീതെ I ആധിപത്യം will not ചെയ്യാൻ allow to അനുവദിക്കില്ല. pass it over to the next അടുത്ത generation. തലമുറയിലേക്ക് ഇത് കൈവിട്ട് ഞാൻ കളയില്ല. Can we come closer to the Lord? അവൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് So intentionally who want to pick this battle, would you please rise up with me? അവൻ നിങ്ങൾക്ക് I am മനഃപൂർവ്വമായി ഈ picking some യുദ്ധം battles. മനഃപൂർവ്വമായി ഈ യുദ്ധം ഏറ്റെടുക്കുവാൻ താല്പര്യമുള്ള ഒന്ന് എഴുന്നേൽക്കുക. Thank you Jesus. Intentionally to pick the battle. മനഃപൂർവ്വമായി യുദ്ധം ഏറ്റെടുക്കുന്നവർ. Amen. Hallelujah. മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്, സമർപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. Amen. Usually it is പക്ഷേ very hard for us to കാൽവറിക്ക് അത് surrender. സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But I thank God that we don't have that attitude. Let's commit ourselves. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. Would you lift your hands? ആ വിശുദ്ധ കരങ്ങളൊന്ന് And ഉയർത്തുവാൻ be കഴിയുമോ? in. I don't know your personal battle. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ യുദ്ധം ആർക്കും തന്നെ അങ്ങ് അറിയത്തില്ല. എനിക്കറിയത്തില്ല നിങ്ങൾ എന്തിലാ കടന്നു. I do not know what you're going But through. can you be intentional, whatever it is? പക്ഷെ നമുക്കൊന്ന് മനഃപൂർവ്വമായി Open your mouth and tell God. മനഃപൂർവ്വമായി അധരങ്ങളെ തുറന്ന് Would ദൈവത്തോട് you lift your hands? പറയാമോ? Everybody, would you lift ആ your hands? കരങ്ങളെല്ലാം ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. Father, we come to the throne of grace. Lord, we bring our battles before you. We know that, Lord, enemy is trying to drift us, to take us away from God. Enemy is trying to put everything in secret. And then enemy tries to condemn. And then enemy tries to put us in guilt. But thank you, Holy Spirit. You gave the boldness to approach you, to confess before you, to be convicted by the Holy Spirit, and to be in grace. We bring our battles, personal battles, every sickness that is from tradition to tradition, from generation to generation, every single battle that comes one after another, we rebuke it in the name of Jesus, and we declare that this will not be passed on to the next generation. I will not allow my kids to go through this. I will not allow my grandkids to go through this. Intentionally, I declare a war against this. And everybody who is waging a war,
intentionally start praying. Come on. Intentionally start praising God. Intentionally. Hallelujah. മനപൂർവ്വം യുദ്ധം എടുക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്തു. മനപൂർവ്വം നിങ്ങൾ ആരും ഭീരുക്കളായി മാറല്ലേ. ഈ യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കും. You will be victorious. Hallelujah. നിങ്ങൾക്ക് സംഭവിച്ചത് അടുത്ത തലമുറ സംഭവിക്കത്തില്ല. ഇതോടുകൂടി നിർത്തണം. Amen. What happened to you will not happen to the next generation. ദൈവമേ, we come to your praise, Lord. Lord, we come. We humble. Draw close to us. Convict us. Help us to confess. We need your grace that flowed from Jesus Christ on the cross of Calvary. Thank you for your assurance that I will never ever leave you nor yet forsake you. Thank you for the grace. We declare this word and we take victory in the name of Jesus. We take victory in the name of Jesus. Amen. And everybody who have received victory say amen. Say amen. Amen. Would you take your Bible intentionally in your hand? മനഃപൂർവ്വമായി നിങ്ങളുടെ ദൈവവചനം ഒന്ന് കരങ്ങളിലേക്ക് ഒന്ന് എടുക്കാമോ? Don't be guilty. I mean, that's okay. If you don't have this Bible, whatever Bible that you were picking up, electronic Bible, that's perfectly fine. I am not condemning you. കൈവശമുള്ള ഏത് ദൈവവചനമാണെങ്കിലും അതൊന്ന് കരങ്ങളിലേക്ക് എടുക്കുക. Perfectly fine. Amen. But open that thing and say that this is the word of God. Amen. അത് പിടിച്ചുകൊണ്ട് പറയുക ഇത് ദൈവവചനമാകുന്നു. I believe in this word. ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു. Enemy, you have no right to come over me. ശത്രുവേ ഇതിനെ വിരുദ്ധമായി What this word says, ഈ വചനം എന്തു പറയുന്നു it will happen. അത് തീർച്ചയായിട്ടും What this സംഭവിക്കും. word says, ഈ വചനം എന്തു പറയുന്നു it will happen. അത് തീർച്ചയായിട്ടും I സംഭവിക്കും. bind every power of darkness എല്ലാ അന്ധകാര ശക്തിയും in the ബന്ധിക്കുന്നു. name of Jesus Christ. യേശുവിൻ നാമത്തിൽ Every sickness has to go. എല്ലാ രോഗം വിട്ടുമാറട്ടെ. Every devil has to go. എല്ലാ പിശാചും വിട്ടുമാറട്ടെ. Every depression has to go out. എല്ലാ വിഷാദവും വിട്ടുമാറട്ടെ. Every cancer has to go out. എല്ലാ ക്യാൻസറും വിട്ടുമാറട്ടെ. Every traditional bondage has to go out. എല്ലാ പാരമ്പര്യ കെട്ടുകളും Every വിട്ടുമാറട്ടെ. sinful nature has to go out. എല്ലാ പാപ സ്വഭാവവും In the വിട്ടുമാറട്ടെ. name of Jesus, യേശുവിൻ we നാമത്തിൽ declare war. ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. War for my family. ആമേൻ. എൻ്റെ ഈ കുടുംബത്തിനെതിരെയുള്ള War യുദ്ധം, for my children. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള War യുദ്ധം, for my personal life. എൻ്റെ വ്യക്തിപരമായ War for ജീവിതത്തിലെ my യുദ്ധം, church. എൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള I യുദ്ധം, declare war. ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. In Jesus' name. യേശുവിൻ നാമത്തിൽ. In Jesus' name. യേശുവിൻ Let's give a നാമത്തിൽ. big hand to Lord. അക്കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വം. Everyone, let's give a big hand to Lord. അക്കരങ്ങളെ അടിച്ച് ദൈവത്തെ I know you have the മഹത്വം. Bible. Please put your Bible. Say thank you, Jesus. ആമേൻ. നന്ദി